രാമം നാരായണ രാമ. നമ്മുടെ മൂലമന്ത്രവും മൂലധ്വനിയും എല്ലായിടത്തും എല്ലാ സാഹചര്യങ്ങളിലും നിലനിൽക്കുന്നു. ശിശുവിൻ്റെ കരച്ചിലിൽ പ്രണവധ്വനിയുണ്ട്. അതൊരു മന്ത്രമാണ്. വേദനയിലും ദുഃഖത്തിലും പ്രണവധ്വനിയുടെ സാന്നിധ്യമുണ്ട്. മരണം, കരച്ചിൽ എല്ലായിടത്തും പ്രണവം നിലനിൽക്കുന്നു. എത്ര വലിയ ജ്ഞാനിയോ സാഹിത്യകാരനോ ആയാലും മരണസമയത്തോ ദുഃഖത്തിനിടയിലോ സാഹിത്യരചന നടത്താൻ കഴിയില്ല. ഈ വീണ എന്ന വാദ്യത്തിൽ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് വീണ്ടും വീണ്ടും അതേ മന്ത്രം ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകുന്നു. ഒരു ചെറിയ ആനന്ദത്തിൽ പോലും നമ്മൾ വിരളരാകുന്നു. എന്നാൽ അതൊരു മഹാസമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ്. ഫാക്ടോറിയൽ. നമ്മൾ ശബ്ദസാധന ചെയ്യുന്നു. ഇതിലൂടെ സമൂഹം ശുഭമാകുന്നു. എല്ലാ സംസ്കാരങ്ങളും ഉപേക്ഷിച്ച് നാം മുന്നോട്ടു പോകണം. കാരണം അവയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലകൾ. ഏക ലക്ഷ്യം പരിപൂർണ വിമുക്തിയാകണം. ഈ മന്ത്രധ്വനിയെ കീർത്തനഗാനത്തോടെ ഓർക്കുന്നു. യജ്ഞം, പൂജ, ഉത്സവങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതോടെ കണക്കാക്കിയിരിക്കുന്നു. ഇവ ഗായനത്തിൻ്റെ ഭാഗമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ശബ്ദവും സ്വരവും ഒരുമിച്ചു ചേരുമ്പോഴേ ഇത് അവസാനിക്കുകയുള്ളൂ. ചെരുവിൽ നിന്ന് നദിയിലേക്ക് ഒഴുകുന്നതുവരെ ഈ മന്ത്രം ആവശ്യമുണ്ട്. നാം സത്യജ്ഞാനം നേടിയാൽ എല്ലാം സ്വാഭാവികമായി വെളിപ്പെടും. നമ്മുടെ ആന്തരിക സത്തയിൽ, ഈ ബാഹ്യവസ്തുവിൽ, ബുദ്ധിയിലും അതിൻ്റെ സാന്നിധ്യമുണ്ട്. ആലോചനയിലൂടെ അതിനെ വെളിപ്പെടുത്തണം. കുണ്ടലിനി ഉണർത്താനുള്ള ശക്തി, നിർവാണം, നിർവികൽപ്പ സമാധി ഇവയെല്ലാം ജ്ഞാനസാധനയുടെ മാർഗങ്ങളാണ്. ആ ശബ്ദത്തെ മനസ്സിലാക്കുക എന്നത് എല്ലാം അറിയുന്നതിനുള്ള വഴി. ഈ വീണ എന്ന വാദ്യം വായിച്ചു പരമസത്യം സാക്ഷാത്കരിക്കണം.